ഹായ്. ഞാനേ ഈ റീൽസും അതുപോലെ ചെറുതായിട്ട് പാടുകയൊക്കെ ചെയ്തിരുന്നുള്ളൂ. എൻ്റെ ഏറ്റവും വലിയൊരു ചങ്കുണ്ട്, വ്ളോഗറാ, സുധീഷ് ചെമ്പകശ്ശേരി എന്ന് പറയും. ഞാൻ ഏട്ടാന്നാട്ടോ വിളിക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് എപ്പോഴും പറയും, എടി ഉണ്ണി, നിനക്ക് നന്നായിട്ട് പാടാനറിയാം, നിനക്ക് നന്നായിട്ട് സംസാരിക്കാനറിയാം, നീ എപ്പോഴും ഈ റീൽസും ഈ കളി മാത്രമല്ലാതെ നീ എന്തെങ്കിലും വ്ളോഗായിട്ടിട്, എന്തെങ്കിലുമൊക്കെ പാട്ട് പാടി, നിനക്ക് നന്നായിട്ട് പാടാനറിയാലോ, പാടിയിട്. അതുപോലെ നീ പോകുന്ന സ്ഥലത്ത് കൂടെയൊക്കെ നീ വീഡിയോ ചെയ്യേ എന്നൊക്കെ പറയും എൻ്റെ അടുത്ത്. അതുപോലെ എൻ്റെ അടുത്ത് എങ്ങനെയെങ്കിലും വ്ളോഗ് ചെയ്യാനൊക്കെ പോവുകയാണെങ്കിൽ, എടി ഉണ്ണി നീ എവിടെ എന്ന് ചോദിക്കും. ഞാൻ വീട്ടിലുണ്ട്. എടി ഇന്ന സ്ഥലത്ത് നാളെ ഒരു ഷൂട്ടുണ്ട്, ഈ വരണോ? ഞാനാണെങ്കിൽ കേൾക്കേണ്ട താമസം. ഞാൻ രാവിലെ റെഡിയായി നിൽക്കും. അപ്പോൾ ഏട്ടൻ അങ്ങോട്ട് വണ്ടി കൊണ്ട് വരും, ഞങ്ങൾ പോകും. ഞങ്ങൾ കട്ട ചങ്കാട്ടോ. നമുക്ക് ഈ സുഹൃത്ത് ബന്ധങ്ങൾ, എനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട്. ലേഡീസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും ഇഷ്ടംപോലെ കൂട്ടുകാരുണ്ട്. അതൊക്കെ ഒരുപാട് വർഷത്തെ, എത്രയോ വർഷം മുന്നേ ഉള്ള കൂട്ടുകെട്ടാ. അതൊക്കെ ഇന്നും അതുപോലെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് എൻ്റെ സ്വഭാവം കൊണ്ടാട്ടോ. കാരണം നമുക്ക് ഉപകാരം ചെയ്യുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ നമുക്ക് സഹായം ചെയ്ത ആളേനെ നമ്മൾ അവരെ കുടുംബത്തിൽ കയറിയിട്ട് അവരുടെ കുടുംബം തട്ടിയെടുത്ത് ആ സ്ഥാനത്ത് കയറി നിൽക്കാനല്ല നമ്മൾ നോക്കേണ്ടത്. അതുപോലെ എവിടെ എന്തൊക്കെയോ ചെയ്യണം എന്നുണ്ട്, പക്ഷെ ഒന്നൊന്നും ചെയ്തിട്ട് എവിടെ എത്താത്ത കുറേ ആൾക്കാരുണ്ട്.